എക്സ്ക്യൂസ് മീ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? നോ താങ്ക്സ്. എൻ്റെ പേര് ശ്യാം പ്രകാശ്. ഞാൻ ഇവിടുത്തെ ഒരു ക്രിമിനൽ ലോയറാണ്. പിന്നെ അന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനെ അറിയും എന്നൊക്കെ പറഞ്ഞത് വെറും പുളുവാണ്. സി, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ. എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അതിപ്പോ എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട്. അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ്. ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ്. വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, 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 ഐ ലവ് യു. വാടകക്കാരനോട് വീട് ഒഴിഞ്ഞു വരണമെന്ന് പറയാൻ ഉടമസ്ഥന് അവകാശമില്ലേ? ഇതൊന്തൊരു ഏർപ്പാടേത്? അതുകൊണ്ടല്ല മോഹൻ, മാസ്റ്റർക്ക് ആ വീടിനോട് എന്തോ സെന്റിമെന്റ്സ് ഉണ്ടെന്നാ പ്രകാശ് പറയുന്നത്. അതുകൊണ്ട് വാടക വേണമെങ്കിൽ കൂട്ടിക്കോളാൻ അയാൾ പറയുന്നത്. വാടക അവന്റെ തന്തയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ. സിറ്റിയുടെ ഏറ്റവും കണ്ണായ ഭാഗത്ത് സ്വന്തമായ സ്ഥലമുണ്ടായിട്ട് വെറുതെ നോക്കിയിരിക്കേണ്ടി വരാന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാവൂ. തൽക്കാലം നമുക്ക് പ്രകാശിനെ പിണക്കാൻ നിവൃത്തിയില്ല. വരുന്നുണ്ട്. നമസ്കാരം ആ സർ. വരണം പ്രകാശ്, വരണം. ഇരിക്കൂ. എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു? ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രോജക്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഫണ്ട്സ് എല്ലാം റെഡി. സ്ഥലമാണ് പ്രശ്നം. സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ വേണമെന്നാണ് എഞ്ചിനീയേഴ്സ് പറഞ്ഞത്. ശ്രീധരൻ മാഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചാൽ നമ്മുടെ തന്നെ വേറൊരു വീട് ശരിയാക്കിയിട്ടുണ്ട്. മാഷിന് അങ്ങോട്ട് മാറാം. നോ, ഈ ഒരു ടോപ്പിക് ഇതിനു മുമ്പ് ഒരിക്കൽ ഡിസ്കഷന് വന്നതാണല്ലോ. വീണ്ടും അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം? അല്ല, അതല്ല പ്രകാശ്, അത് എനിക്കൊന്നും കേൾക്കണ്ട. മാഷിന് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു വിട്ടുവീഴ്ചയില്ല. ഷോപ്പിംഗ് കോംപ്ലക്സിന് വേറൊരു സ്ഥലം കണ്ടെത്തിക്കോളൂ. ഞാൻ പറ്റേ സാർ. ഈ അമ്മാവനും അച്ഛനും കൂടിയിട്ടാ അവൻ ഇത്രയും വഷളാക്കിയത്. ഇനി ഇവൻ നാളെ നമുക്കെതിരെ കേസ് കൊടുത്താലും അത്ഭുതപ്പെടാനില്ല. എടാ, എടുത്തിയാട്ടം പാടില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പോംവഴി കാണും. ആഹാ, സകുടുംബം ഉണ്ടല്ലോ. ട്രേഡ് യൂണിയൻ വിങ്ങിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വൈകിയത്. മന്ത്രിസ്ഥാനം പോയാലും ജീവിക്കണമല്ലോ. ഭരണമൊക്കെ എങ്ങനെ നടക്കുന്നു? ഏയ്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്പോഴും ഞങ്ങളുടെ ആൾക്കാരെ മുഖ്യന്റെ പാർട്ടിക്കാർക്ക് വലിയ സംശയമാണ്. എന്നാണ് വീണ്ടും ലയനമെന്നും പറഞ്ഞ് ഞങ്ങൾ അപ്പുറത്തോട്ട് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാന്നാ അവര് പറയുന്നത്. അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ശരി, ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരുടെ ലിസ്റ്റ് വരുമ്പോ സാറിന്റെ പേര് അതിലുണ്ടാവും. അല്ല, അതിനും വേണ്ട ഒരു യോഗം. നിങ്ങൾ തരുന്ന കാശ് കൊണ്ടല്ലോടോ ഞാൻ ഈ രാഷ്ട്രീയ കളികൾ കളിക്കുന്നേ. ആ, വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ആ SP രാജശേഖരനെ സ്ഥലം മാറ്റത്തിന്റെ കാര്യം അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ആ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അളിയൻ പറയളിയാ. ഒരു നിമിഷം. മോഹന്റെ കല്യാണക്കാര്യം. മോളുടെ പരീക്ഷ ഈ മാസത്തിൽ കഴിയും. പിന്നെ കല്യാണം എന്ന് നടത്തണമെന്ന് നിങ്ങൾ തന്നെ അങ്ങ് നിശ്ചയിച്ചാ പോരെ. ഇതൊരു വെറും കല്യാണക്കാര്യം മാത്രമല്ല, ആ, നമ്മുടെ സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ഒന്നും എന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മുടെ പുരോഗതി നമ്മൾ ഷെയർ ചെയ്യുന്നു എല്ലാ അർത്ഥത്തിലും. ഓക്കെ. അങ്ങോട്ട് ചെല്ല്. രാഘവേട്ടൻ കൂടെ വാ. അയ്യേ, രാഘവേറ്റാണ് കൊഞ്ചു കളിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുന്നില്ല. തള്ളല്. മോളെ, ഇതാണ് എന്റെ മോൻ ശ്യാം. ആ. വാ അമ്മേ, ചായ എടുത്തിട്ട് വരാം. ഈ സാറിന് സംഗീതം എന്ന് പറഞ്ഞ രാഘവേട്ടാ, പുറത്താരോ വന്നിട്ടുണ്ട്. ആരില്ലെന്ന്. അല്ല, ഈ ഗേറ്റിന്റെ അടുത്ത്. ഗേറ്റിന്റെ അടുത്ത്. ആ. ആ, ഓ, ഗേറ്റിന്റെ അടുത്ത് ആരോ. ഈ ചാൻസ് നോക്കല്ലേ. രാധിക ഇവിടെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഗീത എന്റെ കൂട്ടുകാരിയാ. Really? ആ. ഇനി TV-യിലെ പ്രോഗ്രാം എന്നാണ്? എന്തിനാ?
ദൂരദർശൻ കേന്ദ്രക്കാരെ വിളിക്കാനാണോ? ഛേ, ഈ അമ്മയുടെ കാര്യം എല്ലാം പറഞ്ഞു. വീട്ടിൽ വെച്ച് കോടതി കൂടി എനിക്ക് വേണ്ടി വാദിച്ചതുൾപ്പെടെ എല്ലാം. അയ്യേ, പിന്നെ എന്നെ എന്നാ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന? എന്നാ ഇപ്പൊ ക്ഷണിച്ചിരിക്കുന്നു. എന്നാ വരുന്നെന്ന് പറഞ്ഞോളൂ. വീട് എനിക്കറിയില്ലല്ലോ. ഗിരിനഗറിൽ വന്നിട്ട് എനിക്കിങ്ങോട്ട് വരാമോ? പിന്നെന്താ? എന്നോടൊരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പബ്ലിക് റോഡിൽ വെച്ചുള്ള ഈ റൊമാൻസ് ഒക്കെ ഒഴിവാക്കായിരുന്നു. എന്താ? ഒന്നുമില്ല. എന്താ മോളെ? ഒന്നുമില്ല. ഗീതേ, നമുക്കിറങ്ങാം, സമയം കുറയായി. രാഘവ, ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് വേണ്ട വേണ്ട, ഞങ്ങൾ രാഘവട്ടിനെ ഇങ്ങോട്ട് പോയിക്കോളാം. വാ മോളെ. ആ കല്യാണാലോചന നമുക്ക് വേണ്ട ശ്യാം. അതെന്താ മാഷെ പെട്ടെന്ന് ഇങ്ങനെ? പയ്യൻ നല്ല ക്വാളിഫൈഡ് ആണ്, മര്യാദക്കാരനാണ്. എന്നാലും ഇത്രയും വലിയ തുക സ്ത്രീധനം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓബ്ലിഗേഷൻ, കടപ്പാട്. എന്റെ മാഷ് എന്നെ ഇങ്ങനെ ഒരു അന്യനായിട്ട് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അയ്യോ, അങ്ങനെ ഒരിക്കലും ഞാൻ. എന്നാ പിന്നെ ഒന്നും പറയണ്ട, ആ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് വിട്ടേന്നേക്കണം. എല്ലാം ഭംഗിയായി ഞാൻ നടത്തിക്കോളാം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ശ്യാമിന്. മാഷേ, ഇതെന്റെ പെങ്ങളുടെ വിവാഹ കാര്യമാണ്. ഈ വിവാഹത്തിൽ എനിക്ക് ഒരു അല്പം വോയിസ് ഒക്കെ ഉണ്ട്. അടുത്ത ആഴ്ച അവര് പെണ്ണ് കാണാൻ വരും. എന്താ? എല്ലാം എന്റെ ഇഷ്ടം പോലെ അല്ലേ? വാ മോളെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ചിരിച്ചു, അപ്പൊ ഇഷ്ടപ്പെട്ടു. ചിരിച്ച ഇഷ്ടപ്പെട്ടു എന്നാണോ? അങ്ങനെയൊക്കെ. അവിടുന്ന്. അങ്ങനെയാണെങ്കിലേ അടുത്ത മാസം 2-ാം തീയതി ഒരു മുഹൂർത്തമുണ്ട്. എന്താ? ആയിക്കോട്ടെ. ശ്യാം എന്താ ഒന്നും പറയാത്തത്? നിങ്ങളൊക്കെ പറയുന്ന പോലെ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അതെ, നല്ല ഫിറ്റാണ്. കാരണം ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. One of the happiest days in my life. എന്റെ അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ചോ? എത്ര നേരെ ഒറ്റയ്ക്ക് അങ്ങനെ പ്രസംഗിക്കുന്നത്? 10 minutes ആവുമല്ലേ? 10 minutes ആയി. എനിക്ക് കുടിച്ച മതി. അയ്യോ, ഇതൊക്കെ സാർ അറിഞ്ഞാൽ മോശമാണ് കേട്ടോ. എന്തോന്ന്? ഇങ്ങനെ സാറിന്റെ കക്ഷികളുടെ ഇന്ന് വിസ്കിയും സിഗരറ്റും ഒക്കെ ഓസുന്നതേ മോശമാണ്. എടാ, ഞാൻ ഓസുന്നെങ്കിലേ പകുതി നീ ഞാൻ എവിടെയാടാ ഓസുന്നത്? നിന്റെ ഈ അലമ്പ് പറ. പോവാ. ഒരു സ്മോൾ കൂടെ കഴിഞ്ഞിട്ട് പോവാ. ഒരു ലാർജ് തന്നെ ആവട്ടെ. മതി സാർ, ഇപ്പൊ തന്നെ ഓറാണ്. ആരെ? നീ ഭയങ്കര സോപ്പായിട്ട് വരെയാണ്. സോപ്പ് നിന്റെ തന്തയാടാ. നീ സാറിന്റെ കാര്യം ഇത്ര ശ്രദ്ധിക്കണം. പോണം. തമ്മ തല്ലി ചാവട്ടെ. കള്ളു കുടിക്കുന്നത് ആനന്ദിക്കാനാണ്. കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കി നാട്ടുകാർക്ക് പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കിയ IPC സെക്ഷൻ എത്രയാടാ? അല്ല, എനിക്ക് അറിഞ്ഞില്ല. വേറൊരു കാര്യം അറിയോ? വേറൊരു കാര്യം, ഞാനൊരു സ്ഥലത്ത് പോകുന്നു. സീക്രട്ടായ സ്ഥലം. എവിടെയാണ് സാർ? രാധികയെ കാണാൻ പോകുന്നു. നല്ല കണ്ടീഷനിലാ പോകുന്നത്. എന്താ ഈ കണ്ടീഷന് കുഴപ്പം? ഞാൻ വളരെ ഡീസന്റ് ആയിട്ട് പോകും. ഞാൻ പോവും.